ഹലോ, നമുക്ക് ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡി എമ്മും ഡി എഫും ഒരു ആത്മാവിൻ്റെ തുല്യ പാതികളല്ലേ. അപ്പം എന്തായാലും സിമിലാരിറ്റീസ് കൂടുതൽ കാണും, ഡിഫറൻസസ് കുറച്ചേ ഉള്ളൂ, സിമിലാരിറ്റീസ് കൂടുതലുണ്ട്. ഓക്കെ, കൂടുതലും അവരുടെ ഇന്നർ ക്വാളിറ്റീസാണ്, ആന്തരിക ഗുണങ്ങളാണ് സിമിലാരിറ്റീസ് ആയിട്ട് വരുന്നത്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്ര സിമിലർ ആയിരിക്കില്ല. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അവർ രണ്ടും ഇൻട്രോവേർട്സ് ആയിരിക്കും. ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരാൾ ബോൾഡായിട്ടുള്ള മീൻസ് മെച്യൂർ ആയിട്ടുള്ള ഇൻട്രോവേർട്ട് ആണെങ്കിൽ മറ്റേയാൾ ബോൾഡ്നെസ് കുറഞ്ഞ ഒരു ഇൻട്രോവേർട്ടും ആയിരിക്കും. അടുത്തത് അവർ എക്സ്പീരിയൻസ് ചെയ്ത അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമോസ് ഇത് ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നേക്കാം, പക്ഷേ അതുവഴി മനസ്സിനേറ്റ മുറിവുകളുടെയും വേദനയുടെയൊക്കെ അളവ് ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഡി എഫ് സ്വയം ഹീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഡി എമ്മും ഹീലായി മാറുന്നത്. അടുത്തത് അവരുടെ എന്തിനെങ്കിലും പറ്റിയുള്ള അവരുടെ ഒരു ചിന്താഗതികൾ അത് ഒരുപോലെ ആയിരിക്കും. ടി എഫ് ജേർണിയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? ടെലിപതി കണക്ഷനിലൂടെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് അവരും ചിന്തിക്കുന്നത്, ബട്ട് ഡി എം അത് സപ്രസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അടുത്തതായിട്ട് രണ്ടുപേരുടെയും ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ ഒരുപോലെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ലൈഫിൽ ഒരു കാഠിന്യം പിടിച്ചൊരു സിറ്റുവേഷൻ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടുകൾ രണ്ടുപേർക്കും ഒരുപോലെ വരും. ഓക്കെ, അടുത്തത് രണ്ടുപേർക്കും തുടക്കത്തിൽ ഈശ്വരനോട് ഭയങ്കര ഭക്തിയുള്ള കൂട്ടത്തിലായിരിക്കും. പക്ഷേ കാലാന്തരത്തിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ചും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ ഈ ഭക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ചിലപ്പോൾ ഭക്തി കുറഞ്ഞു വന്നു വരാം. ഓക്കെ, ഈ ജേർണിയുടെ ക്ലൈമാക്സിൽ അവർ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്, ആരാധനാലയങ്ങളിലുള്ള ഫോട്ടോയിൽ കാണുന്നത് ഒന്നുമല്ല ഈശ്വരൻ, അത് നമ്മളിൽ തന്നെയുള്ള പവറാണെന്ന സത്യം. ഈശ്വരനും ഞാനും ഒന്നാണെന്ന സത്യം. ഓക്കെ, അടുത്തത് രണ്ടാളുടെയും പരസ്പരമുള്ള സങ്കല്പങ്ങൾ അത് ഒരുപോലെ ആയിരിക്കും. അതായത് അവരുടെ മീറ്റിങ്ങിന് മുന്നേ തന്നെ ഫെമിനീൻ എനർജിയെ പറ്റിയുള്ള സങ്കല്പവും, അതായത് സ്ത്രീത്വത്തെ പറ്റിയുള്ള സങ്കല്പവും, മസ്കുലിൻ എനർജി പുരുഷത്വത്തെ പറ്റിയുള്ള സങ്കല്പവും ഒക്കെ ഒരുപോലെ ആയിരിക്കും. അത് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അടുത്തത് രണ്ടാളുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സെയിം ആയിട്ട് വരും. ചില ഡി എമ്മിനും ഡി എഫിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവാം, ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ ചിലർക്ക് യാത്രയോടുള്ള ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഒരുപോലെ വരും. ഓക്കെ, അടുത്തത് ഇവരുടെ എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി ഒരുപോലെയാണ്. എനർജി വൈബ് എന്ന വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഇവരിൽ ഉണ്ടാകുന്ന ഇമോഷൻസ്, വികാരങ്ങൾ, ഇമോഷൻസിൻ്റെ ഫീലിങ്സ് രണ്ടുപേരിലും ഒരുപോലെയാണ് ഉണ്ടാകുന്നത്. ഇമോഷൻസ് അറിയില്ലേ, ദേഷ്യം, വിഷമം, സ്നേഹം, ഇഷ്ടം, സെക്സ്, പേടി, ഇതൊക്കെയും. ഈ ഇമോഷൻസൊക്കെ ഒരാളിൽ ഉണ്ടാകുമ്പോൾ മറ്റേയാളിലും അത് ഫീൽ ചെയ്യുന്നു, അതവർക്ക് അനുഭവപ്പെടുന്നു. നെക്സ്റ്റ്, ഇവരുടെ രണ്ടാളുടെയും സോളിന് ഒരേ പ്രായമാണ്, സെയിം ഏജാണ്. കാരണം ഇവർ രണ്ടും ഒരേ സമയത്ത് വേർപെട്ടു പോയ ആത്മപാതികളല്ലേ. അപ്പോൾ രണ്ട് സോളിനും ഒരേ പ്രായമല്ലേ വരുന്നത്, പക്ഷേ അവരുടെ ശരീരങ്ങൾക്കുള്ള പ്രായം വ്യത്യസ്തമായോ ഒരുപോലെയൊക്കെ വരാം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ കൂടുതൽ സിമിലാരിറ്റീസ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണേ. താങ്ക് യു.